ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മത്തി കൊണ്ട് ഒരു അടാർ ഐറ്റമാണ് കേട്ടോ. എന്നെപ്പോലെ മത്തിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ ഐറ്റമാണ്. വേറൊന്നുമല്ല, മത്തി കുരുമുളകിട്ട് വെച്ചതാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യം തന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ മീഡിയം സൈസ് തക്കാളി വരിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് കൂടി അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണേ. ഇതിന് വേണ്ടുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാൻ ഇവിടെ വെച്ചേക്കുന്നത്. പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ അത് ഞാൻ വഴിയേ പറയാം. ഇപ്പോൾ എന്തായാലും നമ്മൾ അടുപ്പിൽ ഒരു ചട്ടി വെച്ചു. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രിപ്ഷന് തൊട്ടരികിലായിട്ട് ഒരു ഓൾ ഐക്കൺ കൂടി ഉണ്ടാവും. അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് മൂത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതൊന്ന് തട്ടിക്കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ചെറിയ ഉള്ളീൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ. ഇതിൻ്റെ പരുവം എന്ന് പറയണത് ഇത് എണ്ണ തെളിഞ്ഞ് വരും, അതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവം കേട്ടോ. അപ്പോൾ അങ്ങനെ എണ്ണ തെളിയുന്ന ഒരു പരുവാവുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഞാൻ പിന്നെ ആ ഒരു ടൈമിലാണ് ഇതിലേക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ചിലവർ കുടംപുളി ആയിരിക്കും യൂസ് ചെയ്യുക, ചിലർ വാളംപുളി ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഏത് വേണമെങ്കിലും എടുക്കുക കേട്ടോ. ഞാനിവിടെ വാളംപുളിയാണ് യൂസ് ചെയ്തേക്കുന്നത്. പുളി കൂടി ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ആദ്യം പുളിവെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുറുക്കി വരുന്ന ഒരു പരുവാവണം. ഇതേ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്തിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. കാരണം ഒരിക്കലും നമ്മൾ കറികളൊക്കെ വെക്കുമ്പോഴേക്കും പച്ചവെള്ളം യൂസ് ചെയ്യരുത്. ആ കറിയുടെ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോവും. നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതിന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും തിളപ്പിച്ച വെള്ളം വേണം യൂസ് ചെയ്യാനായിട്ട്. ആ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ആവശ്യമനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. തിള പൊന്തി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണേ. അത് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല തോന്നുന്നു. എന്തായാലും ഉപ്പ് നിങ്ങൾ മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ, മറക്കാതെ. ഒന്ന് തിള പൊന്തി വരുന്ന ആ സമയമാകുമ്പോഴത്തേക്കും ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മത്തി കൂടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കിയെടുക്കുക കേട്ടോ. നന്നായിട്ട് കുറുകി വരും ഇത്. ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ കറക്റ്റ് പരുവ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിള പൊന്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ അഡീഷണലായിട്ട് എന്തെങ്കിലും കുറച്ച് കറിവേപ്പിലയോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നെങ്കിൽ ഇടാം കേട്ടോ. ഞാനിവിടെ കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് തിളച്ച് വരുന്ന സമയത്ത്. പിന്നെ ഞാൻ ചെയ്തേക്കുന്നത് തേങ്ങാപ്പാൽ, കുറച്ച് തേങ്ങ ചിരവി എടുത്തിട്ട് അത് മിക്സിയിട്ടൊന്ന് അടിച്ചിട്ട് അതിൻ്റെ പാലെടുത്ത് ഒഴിച്ചേക്കാണ് ചെയ്തേക്കുന്നത്. ഒരു 4 ടീസ്പൂൺ പാലൊക്കെ ഉണ്ടാവുള്ളൂ, ഒരുപാടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തേങ്ങാപ്പാൽ കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അതൊന്ന് കറി ഒന്നുകൂടി ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് നല്ലൊരു തിക്ക് ഫോമിൽ വേണം നമുക്ക് ഗ്രേവി കിട്ടാനായിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ. ഓക്കെ, ബൈ.